അടുത്ത ദിവസം രാവിലെ വോൾട്ടിന്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. വോൾട്ട് ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് ശ്രദ്ധിച്ച സ്കൈലർ നിങ്ങൾ ഇന്നും ജോലിക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. പുതിയ ചികിത്സകൾ ശ്വാസതടസ്സത്തിനും മറ്റു ബുദ്ധിമുട്ടുകൾക്കും വളരെ ആശ്വാസം നൽകുന്നുണ്ടെന്നും അതുകൊണ്ട് വെറുതെ വീട്ടിലിരുന്ന് മുഷിയുന്നതിലും നല്ലത് ജോലിക്ക് പോകുന്നതാണെന്ന് വോൾട്ട് മറുപടി പറഞ്ഞു. ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ അവധിയെടുത്ത് നന്നായി ഒന്ന് വിശ്രമിക്കാൻ വോൾട്ടിനോട് പറയുന്ന സ്കൈലർ അടുത്ത ആഴ്ച വോൾട്ടിന്റെ അസുഖം നല്ല രീതിയിൽ ഭേദമാകുന്നതിന്റെ സന്തോഷം പങ്കിടാനായി ഒരു പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് നല്ലൊരു വിശ്രമം നിങ്ങൾ അർഹിക്കുന്നുണ്ടെന്നും വോൾട്ടിനോട് പറഞ്ഞു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങുന്ന വോൾട്ട് ഒരാഴ്ചത്തേക്ക് ലീവെടുത്ത് വീട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഭാര്യയും മകനും പോയ ശേഷം വോൾട്ട് തന്റെ മുറിയിലിരുന്നു. എന്നാൽ തികഞ്ഞ ഏകാന്തതയാണ് വോൾട്ടിന് അനുഭവപ്പെട്ടത്. മുറിയിലുണ്ടായിരുന്ന പുസ്തകങ്ങളും മറ്റും വായിക്കാൻ ശ്രമിച്ചെങ്കിലും വോൾട്ടിന്റെ മനസ്സ് മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെസ്സിയും അവനും ചേർന്നുണ്ടാക്കിയ മെത്തും അതിന്റെ പണവുമൊക്കെ ആയിരുന്നു. ശേഷം ഒട്ടും സമയം കളയാതെ വോൾട്ട് ജെസ്സിയെ വിളിച്ച് അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എയർപോർട്ടിൽ വച്ച് പിരിയുമ്പോൾ ഇനിയൊരു പക്ഷേ നമ്മൾ ഒരിക്കലും കാണില്ലെന്ന വോൾട്ടിന്റെ വാക്കുകൾ കാരണം തീർത്തും നിരാശനായിരുന്ന ജെസ്സിക്ക് വോൾട്ടിനെ വീണ്ടും കണ്ടതിൽ സന്തോഷം തോന്നി. കഴിഞ്ഞ 2 ദിവസമായി വോൾട്ടിന്റെ ഒരു വിവരവുമില്ലാത്തതിനാൽ താൻ പത്രത്തിലെ മരണവാർത്തകൾ വരെ നോക്കിയിരുന്നുവെന്ന് പറയുന്ന ജെസ്സി വോൾട്ടിന്റെ സ്കാനിംഗ് റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചു. ക്യാൻസർ പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിലും ശ്വാസകോശത്തിലെ മുഴകൾ 80% കുറഞ്ഞിട്ടുണ്ടെന്ന വാർത്ത കേട്ട ജെസ്സിക്ക് സന്തോഷം അടക്കാനായില്ല. ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലെ കച്ചവടത്തിൽ നിന്നും ലഭിച്ച പണത്തിന്റെ വിഹിതം വോൾട്ടിന് കൈമാറുന്ന ജെസ്സി നമ്മുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന് അല്പം സംശയത്തോടെ വോൾട്ടിനോട് ചോദിച്ചു. നിലവിൽ അവരുടെ കയ്യിൽ ബാക്കിയുള്ള മെത്ത് ശ്രദ്ധയോടെ പോലീസിന്റെ കയ്യിൽപ്പെടാതെ വിറ്റ് തീർക്കാൻ അവനോട് ആവശ്യപ്പെടുന്ന വോൾട്ട് അതിനുശേഷം താൻ ഈ ബിസിനസ്സിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയാണെന്ന് അവനോട് പറഞ്ഞു. വിഷമത്തോടെയാണെങ്കിലും ജെസ്സി അത് സമ്മതിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വോൾട്ടിന്റെ വീട്ടിൽ നേരത്തെ സ്കൈലർ പറഞ്ഞ പാർട്ടിക്കായി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടി. എല്ലാവരും മദ്യവും വൈനുമെല്ലാം കുടിച്ച് വോൾട്ടിന്റെ അസുഖം കുറഞ്ഞത് ആഘോഷിക്കുകയാണ്. അവിടെ വെച്ച് എല്ലാവരോടുമായി സംസാരിക്കുന്ന സ്കൈലർ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അവരെല്ലാവരും നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്നും എന്നാൽ ഒരു ചാമ്പ്യനെ പോലെ എല്ലാം നേരിട്ട വോൾട്ടിനെ കുറിച്ചോർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും പറയുന്ന സ്കൈലർ പാർട്ടിയിൽ വന്നില്ലെങ്കിലും വോൾട്ടിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ പണവും നൽകി സഹായിച്ച ഗ്രച്ചനോടും ഏലിയറ്റിനോടും പ്രത്യേകം നന്ദി പറഞ്ഞു. താൻ ജീവൻ പണയം വെച്ചുണ്ടാക്കിയ പണത്തിന്റെ ക്രെഡിറ്റ് ഗ്രച്ചനും ഏലിയറ്റിനും കിട്ടുന്നത് ദേഷ്യത്തോടെയാണ് വാൾട്ട് കേൾക്കുന്നത്. ശേഷം എല്ലാവരും ചേർന്ന് വാൾട്ടിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. വളരെ ശാന്തനായാണ് വാൾട്ട് സംസാരിച്ചത്. കേൾക്കുന്നവർക്ക് ഇതൊരു തമാശയായി തോന്നാം. ആദ്യം എനിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചത് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം തനിക്ക് അസുഖം കുറവുണ്ടെന്നും ആയുസ് കുറച്ചുകൂടി നീട്ടിക്കിട്ടുമെന്നും അറിഞ്ഞപ്പോഴും അതേ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു. താൻ മരണമാണ് ആഗ്രഹിച്ചതെന്ന് വാൾട്ട് പറയാതെ പറയുകയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടെ വന്നവർക്കെല്ലാം നന്ദി അറിയിച്ച ശേഷം വാൾട്ട് തന്റെ സംസാരം അവസാനിപ്പിച്ചു. വാൾട്ടിന്റെ ഈ വാക്കുകൾ അവിടെ ഒരു നിശബ്ദത പരത്തിയെങ്കിലും ഹാങ്ക് ചില തമാശകൾ പറഞ്ഞ് എല്ലാവരെയും വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. ശേഷം വാൾട്ടും ഹാങ്കും പുറത്തെ സ്വിമ്മിംഗ് പൂളിനടുത്തിരുന്ന് മദ്യപിക്കുകയാണ്. വാൾട്ടിന്റെ മകനും അവരുടെ കൂടെയുണ്ട്. ഹാങ്ക് എൽപാസോയിൽ നടന്ന സ്ഫോടനത്തിന്റെ കഥകൾ വാൾട്ടിന്റെ മകന് ആവേശത്തോടെ പറഞ്ഞുകൊടുത്തു. അതിനിടയിൽ വാൾട്ട് പെപ്സി കുടിച്ചുകൊണ്ടിരുന്ന മകന്റെ ഗ്ലാസിലേക്ക് മദ്യമൊഴിച്ചു നൽകിയ ശേഷം കുടിക്കാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ പ്രായപൂർത്തിയാകുന്ന മക്കൾക്ക് അച്ഛന്മാർ മദ്യം നൽകുന്നത് ഒരു പുതുമയല്ലാത്തതിനാൽ ഹാങ്ക് നിന്റെ അമ്മ കാണാതെ പെട്ടെന്ന് കുടിച്ചോളാൻ അവനോട് തമാശ രൂപേണ പറഞ്ഞു. എന്നാൽ അവൻ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തവണയും വാൾട്ട് അവന് മദ്യമൊഴിച്ചപ്പോൾ ഹാങ്ക് വാൾട്ടിനെ തടഞ്ഞു. അവന് വെറും 16 വയസ്സ് മാത്രമേ ഉള്ളുവെന്നും ഒന്ന് തന്നെ ധാരാളമാണെന്നും പറഞ്ഞു. അടുത്ത നിമിഷം വാൾട്ടിന്റെ മറ്റൊരു മുഖമാണ് ഹാങ്ക് കണ്ടത്. നീ ഹാങ്ക് പറയുന്നത് കേൾക്കേണ്ടതില്ലെന്നും ഞാൻ ഒഴിച്ചു തന്നത് കുടിക്കാനും വാൾട്ട് ദേഷ്യത്തോടെ മകനോട് പറഞ്ഞു. അവൻ അതും കുടിച്ചതോടെ വീണ്ടും അവന്റെ ഗ്ലാസിൽ വാൾട്ട് മദ്യമൊഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഹാങ്ക് ആ ഗ്ലാസിൽ കൈവച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും വാൾട്ട് അതിൽ മദ്യമൊഴിച്ചു. അതോടെ മദ്യത്തിന്റെ ലഹരിയിലാണ് വാൾട്ട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കരുതി ആ കുപ്പിയുമായി അകത്തേക്ക് പോകാൻ ശ്രമിച്ച ഹാങ്കിനെ വാൾട്ട് ഭീഷണിപ്പെടുത്തി. ആ കുപ്പി ഇവിടെ തിരികെ വെക്കുന്നതാണ് നിനക്ക് നല്ലത്, വാൾട്ട് ഹാങ്കിനോട് ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ വാൾട്ട് തമാശ പറയുകയാണെന്ന് വിചാരിച്ച ഹാങ്ക് പറ്റില്ലെന്ന് പറഞ്ഞതും അവിടെ നിന്നും എഴുന്നേറ്റ വാൾട്ട് ഹാങ്കിനെ കയ്യേറ്റം ചെയ്യാനെന്ന പോണം അവന്റെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും അവിടെ എത്തിയ സ്കൈലർ കാണുന്നത് മുഖത്തോട് മുഖം നോക്കി ഒരു തല്ലിനായി ഒരുങ്ങി നിൽക്കുന്ന വാൾട്ടിനെയും ഹാങ്കിനെയുമാണ്. അപ്പോഴേക്കും ആ മദ്യം മുഴുവൻ കുടിച്ചിരുന്ന വാൾട്ടിന്റെ മകൻ നിയന്ത്രണമില്ലാതെ താഴെ വീണ് പൂളിലേക്ക് ഛർദ്ദിക്കാൻ തുടങ്ങി. സ്കൈലറും ഹാങ്കും മകനെ ആശ്വസിപ്പിക്കാനും മറ്റും ശ്രമിക്കുമ്പോൾ താൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മട്ടിൽ വാൾട്ട് അവിടെ ഇരുന്ന് മദ്യപാനം തുടർന്നു. ക്യാൻസർ ചികിത്സയ്ക്കുള്ള പണം മുഴുവൻ നൽകിയത് ഗ്രച്ചനും ഏലിയറ്റുമാണെന്ന് വിശ്വസിച്ച സ്കൈലർ പാർട്ടിക്കിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർക്ക് നന്ദി പറഞ്ഞത് വാൾട്ടിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. നഗരത്തിലെ അധോലോകത്തോട് പൊരുതി
കരുതി സ്വന്തം ജീവൻ പണയം വെച്ച് മെത്തുണ്ടാക്കിയാണ് വാൾട്ട് ആ പണം മുഴുവൻ സമ്പാദിച്ചത്. എന്നാൽ അതിന്റെ അംഗീകാരം മുഴുവനായും മറ്റൊരാൾക്ക് ലഭിക്കുന്നത് വാൾട്ടിന്റെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ഒപ്പം സ്ഥിരമായി തന്റെ വീരകഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഹാങ്കിനെയാണ് തന്റെ മകൻ തന്നേക്കാൾ ഒരു ഹീറോ ആയി കാണുന്നതെന്നതും വാൾട്ടിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിരുന്നു. കൂടാതെ മരണമുറപ്പിച്ച വാൾട്ട് തന്റെ കുടുംബത്തിന് വേണ്ട പണം സമ്പാദിച്ച് ഒരു ഹീറോ ആയി മരിക്കാമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അസുഖം ഭേദമാകുന്നുവെന്ന വാർത്ത അവനെ പഴയ സാധാരണക്കാരനായ കെമിസ്ട്രി അധ്യാപകന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്നാൽ ഇതിനോടകം തന്നെ വാൾട്ടിന്റെ ഉള്ളിൽ ആരെയും ഭയമില്ലാത്ത ഹൈസൻബർഗ് എന്ന കുറ്റവാളി വളർന്നു കഴിഞ്ഞിരുന്നു. തന്റെ അധോലോക ജീവിതത്തിലെ പവറും അധികാരവും സ്വന്തം കുടുംബത്തിലും പ്രകടിപ്പിക്കാനുള്ള വാൾട്ടിന്റെ ബോധപൂർവമല്ലാത്ത ഒരു ശ്രമമായിരുന്നു ഈ കാണിച്ചതെല്ലാം. അതേസമയം ജെസ്സിയുടെ വീട്ടിൽ അവനും ജെയിനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ മുന്നോട്ടു പോവുകയാണ്. താൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വരച്ചിരുന്ന സൂപ്പർ ഹീറോസിന്റെ ചിത്രങ്ങളും അവയുടെ ശക്തികളും അവൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ജെസ്സി. അതിനെക്കുറിച്ച് പല തമാശകളും അവർ പങ്കുവച്ചു. പെട്ടെന്നാണ് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം അവർ കേട്ടത്. അത് തന്റെ വാതിലാണെന്ന് മനസ്സിലാക്കിയ ജെയിൻ അല്പം പരിഭ്രാന്തിയോടെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് വീടിന്റെ പിൻവാതിൽ വഴി ഇറങ്ങി തന്റെ വീട്ടിലേക്ക് കയറി. വാതിൽ തുറന്ന് ജെയിൻ കണ്ടത് അവളുടെ അച്ഛൻ ഡൊണാൾഡിനെയാണ്. അതുവഴി പോയപ്പോൾ അവളുടെ വണ്ടി അവിടെ കണ്ടതുകൊണ്ടാണ് താൻ കയറിയതെന്നും വന്ന സ്ഥിതിക്ക് നമുക്കൊരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാമെന്നും അച്ഛൻ പറഞ്ഞു. എന്നാൽ അവരുടെ സംസാരം അകത്തു നിന്നും കേട്ട ജെസ്സി കാമുകിയുടെ അച്ഛനെ ഒന്ന് ഇംപ്രസ് ചെയ്തേക്കാമെന്ന മട്ടിൽ പുറത്തേക്ക് വന്നു. എന്നാൽ ഇതാണ് നമ്മുടെ പുതിയ വാടകക്കാരൻ എന്ന് മാത്രമായിരുന്നു ജെയിൻ ജെസ്സിയെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞത്. അവൾ അവനെ അച്ഛന് പരിചയപ്പെടുത്താൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല. ശേഷം ജെസ്സിയോട് പരിചയപ്പെട്ടതിൽ സന്തോഷമെന്ന് പറഞ്ഞ് അച്ഛനും ജെയിനും അകത്ത് കയറി കതകടച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ജെസ്സിയും അകത്തേക്ക് പോയി. അതേസമയം കഴിഞ്ഞ ദിവസത്തെ പാർട്ടിക്കും പ്രശ്നങ്ങൾക്കും ശേഷം വാൾട്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും സ്കൈലറും മകനും ജോലിക്കും സ്കൂളിലേക്കും പോയിരുന്നു. തലേ ദിവസം സംഭവിച്ച പ്രശ്നങ്ങൾക്ക് ക്ഷമ ചോദിക്കാൻ വാൾട്ട് സ്കൈലറിനെ വിളിച്ചെങ്കിലും അവൾ മനഃപൂർവ്വം ഫോൺ എടുത്തില്ല. ശേഷം വാൾട്ട് അവൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. കുറച്ചധികം മദ്യപിച്ചപ്പോൾ ആ ലഹരിയിൽ പറ്റിപ്പോയതാണെന്നും തന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞെങ്കിലും അവളുടെ ഭാഗത്തു നിന്നും യാതൊരു ഉത്തരവും ഉണ്ടായില്ല. ശേഷം വീട്ടിലെ ഹീറ്റർ കേടായത് കാരണം പൈപ്പിൽ നിന്നും തുരുമ്പ് കലർന്ന വെള്ളം വരുന്നത് ശ്രദ്ധിക്കുന്ന വാൾട്ട് ഹീറ്റർ മാറ്റാൻ തീരുമാനിച്ചു. അടുത്തുള്ള ഹാർഡ്വെയർ കടയിൽ പോയി അവിടെ ലഭിക്കാവുന്നതിലും വെച്ച് ഏറ്റവും മികച്ച ഹീറ്റർ വാങ്ങുന്ന വാൾട്ട് തിരികെ വീട്ടിലെത്തി വൃത്തിഹീനമായി കിടക്കുന്ന ഹീറ്റർ വെച്ച മുറിയും മറ്റും വൃത്തിയാക്കിയ ശേഷം ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോഴേക്കും സ്കൂൾ കഴിഞ്ഞു വന്ന മകനോട് നീ കുറെ നാളായി പറയുന്ന ഹീറ്ററിന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് പുതിയ ഹീറ്റർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന വാൾട്ട് ഹീറ്ററിന്റെ പ്രവർത്തനങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ താൻ അവനോട് മോശമായി പെരുമാറിയതിന് ക്ഷമ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്ന മകൻ ആദ്യത്തെ അടിയിൽ തന്നെ 3 പെഗ്ഗടിച്ചത് ഞാനൊരു അംഗീകാരമായാണ് കാണുന്നതെന്ന് തമാശ രൂപേണ പറഞ്ഞ് വാൾട്ടിനെ ആശ്വസിപ്പിച്ചു. അതേസമയം എന്തുകൊണ്ടാണ് ജെയിൻ അച്ഛന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പെരുമാറിയതെന്ന സംശയത്തിലായിരുന്നു ജെസ്സി. അപ്പോഴേക്കും അച്ഛന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചെത്തിയ ജെയിൻ നേരെ ജെസ്സിയുടെ വീട്ടിലേക്ക് വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ നേരെ വീട്ടിൽ കയറിയ അവൾ നമുക്ക് വൈകുന്നേരം സിനിമയ്ക്ക് പോയാലോ എന്ന് അവനോട് ചോദിച്ചു. നേരത്തെ നിന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് എന്തിനാണ് നീ എന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് ജെസ്സി അവളോട് ചോദിച്ചു. വളരെ കർക്കശക്കാരനായ അച്ഛന്റെ ചോദ്യങ്ങളും സംശയങ്ങളും ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്തതെന്ന് അവൾ പറഞ്ഞെങ്കിലും ഒരു അപരിചിതനെ പോലെ അവൾ തന്നെ കണ്ടത് ജെസ്സിക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യം പറഞ്ഞ് ജെസ്സി വീണ്ടും അവളോട് തർക്കിക്കാൻ ശ്രമിച്ചപ്പോൾ തൊട്ടടുത്ത റൂമിലെ കഞ്ചാവടിക്കുന്ന പയ്യനെ ഞാൻ പരിചയപ്പെട്ടുവെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ താമസമെന്നും ഞാൻ അച്ഛനോട് പറയണമെന്നാണോ നീ പറയുന്നതെന്ന് അവൾ ചോദിച്ചു. അവളുടെ വാക്കുകൾ ജെസ്സിയെ ശരിക്കും വേദനിപ്പിച്ചു. നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം മാത്രമാണോ ഉള്ളതെന്ന് അവൻ അവളോട് ചോദിച്ചു. ജെസ്സിയുടെ വികാരങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. അവളുടെ മറുപടിയിൽ ആകെ തകർന്നു പോയ ജെസ്സി അവളോടൊന്നും പറയാതെ പുറത്തേക്ക് പോയി. അടുത്ത ദിവസം വീട്ടിലെ ഹീറ്റർ ശരിയായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന വാൾട്ട് വീടിന്റെ അടിത്തറ പാകിയ തടികൾ പൂപ്പൽ ബാധിച്ച് ദ്രവിച്ചു തുടങ്ങിയത് ശ്രദ്ധിച്ചു. ആ തടികൾ മാറ്റി പുതിയത് വെക്കാൻ തീരുമാനിച്ച വാൾട്ട് അതിനായുള്ള സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോയി. തിരികെ വന്ന വാൾട്ട് ആ ഭാഗം മുറിച്ചു മാറ്റി വീടിന്റെ അടിഭാഗം മൊത്തം പരിശോധിച്ച ശേഷം എവിടെയൊക്കെ പൂപ്പലുണ്ടോ അവിടെയെല്ലാം ശരിയാക്കാൻ ആരംഭിച്ചു. അതേസമയം ഓഫീസ് സമയം കഴിഞ്ഞിട്ടും തന്റെ ജോലികൾ തീർക്കുന്ന തിരക്കിലാണ് സ്കൈലർ. അവിടേക്ക് വരുന്ന ടെഡ് വല്ല പ്രൊമോഷനും കിട്ടാനാണോ നീ ഓവർ ടൈം എടുക്കുന്നതെന്ന് അവളോട് തമാശ രൂപേണ ചോദിച്ചു. എന്നാൽ കമ്പനിയുടെ അക്കൗണ്ട്സിലെ ചില പിഴവുകൾ ടെഡിനെ അറിയിക്കുന്ന സ്കൈലർ ഒരു വലിയ തുക ബാലൻസ് ഷീറ്റിൽ കമ്പനിയുടെ അസറ്റായി കാണിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഇൻവോയ്സ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അതെല്ലാം അച്ഛൻ കമ്പനി നടത്തിയിരുന്ന കാലത്തെ ഇടപാടുകളാണെന്ന് പറയുന്ന ടെഡ് അതെല്ലാം നാളെ ശരിയാക്കാമെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങി. എന്നിട്ടും സ്കൈലർ അവിടെ തന്നെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്ന ടെഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവളോട് ചോദിച്ചു. പെട്ടെന്ന് തന്റെ മുന്നിൽ വെച്ച് കരയാൻ ആരംഭിച്ച അവളെ അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ഗർഭിണിയായതുകൊണ്ടുള്ള ഹോർമോൺ ചേഞ്ചസ് കാരണം എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നും പറഞ്ഞ് അവൾ സങ്കടം മറച്ചുവെക്കാൻ ശ്രമിച്ചു.
ചോദിച്ചു. അങ്ങനെയെങ്കിൽ നാളെ കാണാമെന്ന് പറഞ്ഞ് ടെഡ് പോകാൻ തുനിഞ്ഞപ്പോൾ അവൾ തന്റെ യഥാർത്ഥ പ്രശ്നം അവനോട് പറഞ്ഞു. വാൾട്ടിന്റെ അസുഖം ഭേദമാകുന്നുണ്ടെന്ന വാർത്ത യഥാർത്ഥത്തിൽ തനിക്ക് സന്തോഷമാണ് തരേണ്ടത്. എന്നാൽ അതൊരിക്കലും ശാശ്വതമല്ലെന്നും എപ്പോൾ വേണമെങ്കിലും അധികമാകാൻ സാധ്യതയുള്ള രോഗമായതിനാൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞ് അവൾ സങ്കടപ്പെട്ടു. അപ്പോൾ ടെഡ് അവളെ ആശ്വസിപ്പിക്കാനായി തന്റെ ജീവിതത്തിൽ നടന്ന സമാനമായ ഒരു അനുഭവം അവളോട് പങ്കുവച്ചു. ടെഡിന്റെ അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ അസുഖത്തിന് നല്ല പുരോഗതി ഉണ്ടാവുകയും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അച്ഛന്റെ ചികിത്സയും കമ്പനിയുടെ നടത്തിപ്പും ഒരേ സമയം ഏറ്റെടുത്ത താൻ മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. കുടുംബത്തിന് താങ്ങായി ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നത് നമ്മുടെ ഉള്ളിലെ സർവ്വശക്തിയും ചോർത്തിക്കളയുന്ന കാര്യമാണെന്ന് ടെഡ് അവളെ ഓർമ്മിപ്പിച്ചു. വാൾട്ടിന്റെ അസുഖകാലത്ത് കുടുംബത്തിന് വലിയൊരു താങ്ങായി നിന്ന സ്കൈലറിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ടെഡ് സൂചിപ്പിച്ചത്. ടെഡിന്റെ വാക്കുകൾ സ്കൈലറിന് വലിയ ആശ്വാസം നൽകി. കഴിഞ്ഞ കുറെ മാസങ്ങളായി വാൾട്ടിന്റെ ക്യാൻസർ ചികിത്സയിൽ കുടുംബത്തിന് താങ്ങായി ഉറച്ചു നിൽക്കുകയായിരുന്നു സ്കൈലർ. എന്നാൽ ഈ കാലയളവിൽ വാൾട്ട് അവളിൽ നിന്നും വൈകാരികമായി ഒരുപാട് അകലുകയും നിരന്തരം കള്ളങ്ങൾ പറയുകയും ചെയ്തു. സ്വന്തം ഭർത്താവ് തന്നോട് കാര്യങ്ങൾ മറച്ചുവെക്കുന്നത് അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഒറ്റപ്പെടലും സങ്കടവും ഉണ്ടാക്കിയിരുന്നു. വാൾട്ടിന്റെ ക്യാൻസർ മാറിയെന്ന വാർത്ത കേൾക്കുമ്പോൾ സന്തോഷവും ആശ്വാസവുമാണ് സ്കൈലറിന് തോന്നേണ്ടിയിരുന്നത്. എന്നാൽ വാൾട്ടിന്റെ പെരുമാറ്റത്തിലെ പൊരുത്തക്കേടുകൾ കാരണം ആ വാർത്ത അവൾക്ക് ആശ്വാസമൊന്നും നൽകിയില്ല. രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ അവൾ ശ്വാസം മുട്ടുകയായിരുന്നു. വീട്ടിലെ പാർട്ടിയിൽ വെച്ചും മറ്റും വാൾട്ട് വളരെ മോശമായി പെരുമാറുമ്പോൾ ടെഡ് സ്കൈലറിന് വലിയ പരിഗണനയാണ് നൽകുന്നത്. ഓഫീസിൽ വെച്ച് അവൾ കരയുമ്പോൾ ടെഡ് അവളെ കുറ്റപ്പെടുത്തിയില്ല. പകരം സ്വന്തം അച്ഛന്റെ കഥ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാനും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുമാണ് ശ്രമിക്കുന്നത്. വാൾട്ടിൽ നിന്ന് തനിക്ക് നഷ്ടപ്പെട്ട സ്നേഹവും ശ്രദ്ധയും അവൾക്ക് ടെഡിൽ നിന്നും ലഭിക്കുന്നു. രാത്രി വൈകിയും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നത് വാൾട്ടിന്റെ അസ്വസ്ഥമാക്കുന്ന പെരുമാറ്റങ്ങളിൽ നിന്നും വീട്ടിലെ സംഘർഷങ്ങളിൽ നിന്നുമുള്ള അവളുടെ ഒളിച്ചോട്ടമാണ്. സ്കൈലർ ടെഡിൽ നിന്നും ആഗ്രഹിക്കുന്നത് മാനസികമായ ആശ്വാസവും സംരക്ഷണവുമാണ്, ഒരു തരം ഇമോഷണൽ കംഫർട്ട്. അവർ തമ്മിൽ സുഹൃത്തുക്കൾക്കു പുറമെ ഒരു വൈകാരിക ബന്ധം അവിടെ തുടങ്ങുകയാണ്. അതേസമയം ജെയിനുമായി വഴക്കിട്ട് പുറത്തു പോയിരുന്ന ജെസ്സി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. തന്റെ പ്രണയം അവൾ നിരസിച്ച വിഷമത്തിലിരിക്കുന്ന അവന് അവൾ ഒരു ചിത്രം വാതിലിന്റെ അടിയിലൂടെ ഇട്ടുകൊടുത്തു. അതിൽ ക്ഷമ ചോദിക്കുന്ന ഒരു സൂപ്പർ ഹീറോ പെൺകുട്ടിയുടെ പടമായിരുന്നു. അതോടെ അവന്റെ മുഖത്തെ വിഷമം പതിയെ മാറി. അടുത്ത ദിവസം രാവിലെ സ്കൈലറും മകനും ഇറങ്ങാൻ തുടങ്ങുമ്പോഴും വാൾട്ട് വീട് നന്നാക്കുന്ന പണിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ ജോലി ചെയ്തിരുന്ന വാൾട്ടിനെ മകനും സ്കൈലറും ഇയാൾക്ക് ഭ്രാന്തായോ എന്ന മട്ടിലാണ് നോക്കുന്നത്. വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഒരു നല്ല അച്ഛനും ഭർത്താവുമാകാനുള്ള വാൾട്ടിന്റെ പെടാപ്പാടുകളായിരുന്നു ഇതെല്ലാം. അവർ പോയ ശേഷവും ജോലികൾ തുടർന്ന വാൾട്ട് അന്ന് വൈകുന്നേരം ആവശ്യമായ മറ്റു ചില സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. തനിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ അവിടെ ഒരു ട്രോളിയിൽ മെത്തുണ്ടാക്കാനുള്ള ഉപകരണങ്ങളും ചില കെമിക്കലുകളും നിറച്ചു വെച്ചിരിക്കുന്നത് വാൾട്ട് ശ്രദ്ധിച്ചു. നഗരത്തിൽ മെത്തുണ്ടാക്കുന്ന മറ്റേതോ സംഘമാണ് അതെന്ന് മനസ്സിലാക്കുന്ന വാൾട്ട് അതെല്ലാം വാങ്ങുന്ന പയ്യനോട് എല്ലാ സാധനങ്ങളും ഒരു കടയിൽ നിന്നും വാങ്ങിയാൽ ആളുകൾ ശ്രദ്ധിക്കുമെന്നും പിടിക്കപ്പെടാതിരിക്കാൻ പല കടകളിൽ നിന്നും വേണം സാധനങ്ങൾ വാങ്ങാനെന്നും പറഞ്ഞു. ഇത് കേട്ട് ഭയന്നുപോയ അവൻ വാൾട്ട് പോലീസ് എങ്ങാനുമാണോ എന്ന് വിചാരിച്ച് സാധനങ്ങളെല്ലാം അവിടെ വെച്ച് പുറത്തേക്ക് പോയി. ശേഷം തന്റെ സാധനങ്ങളുമായി ബില്ലടയ്ക്കാൻ ചെന്ന വാൾട്ട് പുറത്ത് നേരത്തെ കണ്ട ആ പയ്യനും അവന്റെ കൂട്ടാളിയും നിൽക്കുന്നത് ശ്രദ്ധിച്ചു. തന്റെ സാധനങ്ങളെല്ലാം അവിടെ വെച്ച് വാൾട്ട് അവർക്ക് നേരെ നടന്നു. കടയ്ക്ക് പുറത്ത് പാർക്കിംഗ് ഏരിയയിൽ വെച്ച് അവരെ നേരിൽ കാണുന്ന വാൾട്ട് ഒട്ടും ഭയമില്ലാതെ ദേഷ്യത്തോടെയും ധൈര്യത്തോടെയും അവരോട് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. ഇതെന്റെ സാമ്രാജ്യമാണ്, ഇവിടെ മറ്റാരെയും മെത്ത് വിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. വാൾട്ടിന്റെ മുഖത്തെ ദേഷ്യവും ധൈര്യവും കാണുന്ന അവർ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും തിരിച്ചുപോയി. അവിടെ വെച്ച് അവരോട് സംസാരിച്ചത് വാൾട്ടർ വൈറ്റ് എന്ന കെമിസ്ട്രി അധ്യാപകനായിരുന്നില്ല, മറിച്ച് ഹൈസൻബർഗ് എന്ന അധോലോക നായകനായിരുന്നു.